നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മിഷൻ LP-UP 2026-27 ലോങ് ബാച്ചിലേക്കുള്ള ക്ലാസ്സുകൾ നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ക്ലാസ്സുകൾ ഡെയിലി അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം നേരത്തെ പറഞ്ഞല്ലോ, SCRT ക്ലാസ്സുകളാണ് നമ്മൾ ആദ്യം എടുത്ത് കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. LP-UP മിഷൻ 2026-27 വേണ്ടി നമുക്കൊരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട്. ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ള എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും അതിൽ ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത് 7ാം ക്ലാസ്സിലെ ഫസ്റ്റ് പാർട്ടിലെ 4ാമത്തെ ചാപ്റ്ററാണ്. അനീതിയിൽ നിന്ന് നീതിയിലേക്ക് എന്നതാണ് ഈ ഒരു ചാപ്റ്ററിൻ്റെ പേര്. അപ്പോൾ നമ്മൾ എല്ലാ ദിവസവും വളരെ കുറച്ച് മാത്രമേ പഠിച്ചു പോകുന്നുള്ളൂ. പഠിക്കുന്ന കാര്യങ്ങൾ ഏറ്റവും വൃത്തിയായും ഭംഗിയായും പഠിച്ചിട്ട് പോവുക. അപ്പോൾ അനീതിയിൽ നിന്ന് നീതിയിലേക്ക് എന്ന് പറയുന്നൊരു ചാപ്റ്ററിൻ്റെ തുടക്ക ഭാഗം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇതിൻ്റെ ബാക്കി ഭാഗം എന്നോണമാണ് ഇന്നത്തെ ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്തായിരുന്നു ഈ ഒരു ചാപ്റ്ററിൽ പ്രധാനമായിട്ടും പറയുന്നത്? സമൂഹത്തിൽ നിലനിൽക്കുന്ന വിവേചനങ്ങളെക്കുറിച്ചിട്ടാണ് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത്. അതിനകത്ത് ഈ വിവേചനങ്ങളെ ഒരുപാട് തരത്തിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഒരുപാട് സാമൂഹ്യ പരിഷ്കർത്താക്കൾക്ക് സാധിച്ചിരുന്നു. അങ്ങനെയുള്ള കുറച്ച് സാമൂഹ്യ പരിഷ്കർത്താക്കളെയും നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പരിചയപ്പെട്ടിരുന്നു. അപ്പോൾ അതിൽ കുറച്ച് സാമൂഹ്യ പരിഷ്കർത്താക്കളെ അല്ലെങ്കിൽ അതിനുവേണ്ടി സമൂഹത്തിൽ നമ്മുടെ സാധാരണ ജനങ്ങളെ കൈപിടിച്ച് ഉയർത്താൻ സഹായിച്ച കുറച്ച് പേരെ പരിചയപ്പെട്ടു. ഇനി കുറച്ച് പേരെ കൂടി നമുക്കൊന്ന് പരിചയപ്പെടാം. അപ്പോൾ അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് വെറിയർ എൽവിനെ കുറിച്ചിട്ടാണ് കേട്ടോ. ഇന്ത്യൻ നരവംശാസ്ത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഭാവനകൾ നൽകിയ വ്യക്തികളിൽ ഒരാൾ. ഗോത്ര മനുഷ്യരുടെ തനത് ജീവിതത്തിന് സംരക്ഷണത്തിന് വേണ്ടി പ്രവർത്തിച്ചു. ഗോത്രവർഗ മനുഷ്യരോടുള്ള ഇന്ത്യയുടെ നയം രൂപീകരിക്കുന്ന കാര്യമായ സ്വാധീനം ചെലുത്തിയ വ്യക്തി. അപ്പോൾ ഗോത്രവർഗ മനുഷ്യരോടുള്ള ഇന്ത്യയുടെ നയം രൂപീകരിക്കുന്നതിൽ ഏറ്റവും വലിയ സ്വാധീനം ചെലുത്തിയ വ്യക്തി ആരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതാരാണ്? അത് എൽവിനാണല്ലേ. ഇന്ത്യൻ നരവംശാസ്ത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭാവനകൾ നൽകിയ വ്യക്തി കൂടിയാണ് അദ്ദേഹം. സമൂഹത്തിലെ മുഖ്യ വിഭാഗക്കാർക്ക് ഉൽപ്പാദിപ്പിക്കുന്ന അറിവ്, കല, സംസ്കാരം എന്നിവ മാത്രമാണ് മൂല്യമേറിയത് എന്ന ധാരണ പല കാലങ്ങളായി നിലനിന്നിരുന്നു. എന്നാൽ കല, ഭാഷ, സാഹിത്യം, വൈദ്യം, കൃഷി തുടങ്ങിയ മേഖലകളിൽ പ്രകൃതിയെ അടുത്തറിഞ്ഞവർ നേടിയ മികച്ച വിജ്ഞാനവും നാട്ടറിവും സ്വന്തമായി ഉള്ളവരാണ് ഗോത്രജനത. തനതായ സംഗീത പാരമ്പര്യമുള്ള നിരവധി ഗോത്ര വിഭാഗക്കാരുണ്ട്. അപ്പോൾ സമൂഹത്തിൽ എപ്പോഴും മുഖ്യ വിഭാഗക്കാരെ നമ്മൾ കാണുന്ന ആരെയാണ്? അറിവ്, കല, സംസ്കാരം എന്നിവയൊക്കെ ഉൽപ്പാദിപ്പിക്കുന്നത് എത്ര അമൂല്യമായിട്ടുള്ളതും അല്ലെങ്കിൽ മൂല്യമേറിയതും എന്നിവരെയൊക്കെയാണ് നമ്മൾ കൂടുതൽ ഉന്നമനത്തിൽ നിൽക്കുന്നവരായിട്ട് കാണുന്നത്. പക്ഷേ ഗോത്ര വിഭാഗത്തിൽ പോലും ഈ കാര്യങ്ങൾ വിദ്യാഭ്യാസം ഇല്ലെങ്കിൽ പോലും അറിയാവുന്ന ഒരുപാട് ജനതയുണ്ടായിരുന്നല്ലേ. കലയായിക്കോട്ടെ, ഭാഷ്യമായിക്കോട്ടെ, സാഹിത്യമായിക്കോട്ടെ, വൈദ്യം, നാട്ടുവൈദ്യമൊക്കെ അറിയാവുന്ന അസുഖങ്ങളെയൊക്കെ ചികിത്സിക്കുന്ന ഗോത്ര വിഭാഗത്തിൽപ്പെട്ട ആളുകളുണ്ട്. അവർ പഠിച്ചിട്ടാണോ? അല്ല, അവർക്ക് പഴയ തലമുറയിൽ നിന്ന് കിട്ടിയ അറിവുകൾ വെച്ചിട്ടാണ് അവരതൊക്കെ ചെയ്യുന്നത് അല്ലേ. അതുപോലെ കൃഷിയൊക്കെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്തൊക്കെ അവർ ചെയ്യുന്നുണ്ടായിരുന്നു. ഇനി ഡോക്ടർ അയ്യപ്പനെ കുറിച്ച് നോക്കാം. തൃശ്ശൂർ ജില്ലയിലെ പവറട്ടയിൽ 1905 ഫെബ്രുവരി 5 അയ്യപ്പൻ്റെ ജനനം. ഇന്ത്യൻ സംസ്കാരങ്ങളെക്കുറിച്ച് പഠിച്ച പ്രമുഖ നരവംശ ശാസ്ത്രജ്ഞനാണ്. ലണ്ടൻ സ്കൂൾ ഓഫ് ഇക്കണോമിക്സിൽ നിന്ന് മൽനോവിസ്കിയുടെയും റെയ്മണ്ട് ഫിത്തറിൻ്റെയും കീഴിൽ ഗവേഷണം പൂർത്തിയാക്കി. കേരളത്തിൽ ഈഴവ ഗോത്ര സമുദായങ്ങളെക്കുറിച്ച് പഠനത്തിൽ സമഗ്ര സംഭാവനകൾ നൽകി. അപ്പോൾ കേരളത്തിലെ ഈഴവ ഗോത്ര സമുദായങ്ങളെക്കുറിച്ച് പഠനത്തിൽ സമഗ്ര സംഭാവനകൾ നൽകിയ വ്യക്തി താഴെ കൊടുത്തിരിക്കുന്നവയിൽ ആരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആരാണ്? ഡോക്ടർ അയ്യപ്പനാണ് കേട്ടോ. തൃശ്ശൂർ ജില്ലയിലെ പവറട്ടയിൽ 1905 ഫെബ്രുവരി 5 അയ്യപ്പൻ്റെ ജനനം. ഇന്ത്യൻ സംസ്കാരങ്ങളെക്കുറിച്ച് പഠിച്ച പ്രമുഖ നരവംശ ശാസ്ത്രജ്ഞനാണ് ആര്? ഡോക്ടർ അയ്യപ്പൻ എന്ന് പറയുന്ന വ്യക്തി. ഇനി നഞ്ചിയമ്മയാണ്. നഞ്ചിയമ്മയെ എല്ലാവർക്കും പരിചയം ഉണ്ടായിരിക്കും അല്ലേ. പാലക്കാട് ജില്ലയിലെ അട്ടപ്പാടിയിലെ ഇരുള വിഭാഗത്തിൽ നിന്നും നഞ്ചിയമ്മയായിരുന്നു 2020 രാജ്യത്തെ മികച്ച ഗായികയ്ക്കുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചത്. ഗോത്ര വിഭാഗത്തിൽ നിന്നും ഈ പുരസ്കാരം നേടുന്ന ആദ്യത്തെയാൾ നഞ്ചിയമ്മയാണ്. ഗാനമൊക്കെ കൊടുത്തിട്ടുണ്ട്. കളക്കാത്ത സന്തനമേറെ വെകുവോകോ പൂത്തിറുക്കോ എന്ന് തുടങ്ങുന്ന ഗാനമായിരുന്നു നഞ്ചിയമ്മ ഇവിടെ ആലപിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പാലക്കാട് ജില്ലയിലെ അട്ടപ്പാടിയിലെ ഇരുള വിഭാഗത്തിൽ നിന്നും നഞ്ചിയമ്മയ്ക്കായിരുന്നു 2020 രാജ്യത്തെ മികച്ച ഗായികയ്ക്കുള്ള ദേശീയ പുരസ്കാരം ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി വൈവിധ്യമാർന്ന വാദ്യ ഉപകരണം നിർമ്മിച്ച് ഉപയോഗിക്കുന്നതിനുള്ള ശേഷിയും അവർക്കുണ്ട്. ഗോത്ര ജീവിതവുമായി ബന്ധപ്പെട്ട ചില ചിത്രങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. സ്വന്തം ഭൂമിയുടെ മേൽ ഇവരുടെ അവകാശം, വിദ്യാഭ്യാസ അവസരങ്ങൾ, പോഷകാഹാര ലഭ്യത, ആരോഗ്യ സംരക്ഷണം എന്നിവ ഉറപ്പു നൽകുന്നതിന് ഉതകുന്ന ക്ഷേമ പദ്ധതികളും അനന്തര നടപടികളും കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ് നേതൃത്വത്തിൽ നടന്നു പോയിരുന്നു. അപ്പോൾ അങ്ങനെ കുറേ തരത്തിലുള്ള
പദ്ധതികളും പരിപാടികളൊക്കെ ഏർപ്പെടുന്ന വിലക്കപ്പെട്ടൊരു കാലം നമ്മുടെ സമൂഹത്തിനുണ്ടായിരുന്നു. കലയിൽ മാത്രമല്ല സമൂഹത്തിൻ്റെ പല മേഖലകളും സ്ത്രീ ആയതുകൊണ്ട് മാത്രം അരികുവൽക്കരിക്കപ്പെടുകയും തുല്യ അവസരം നിഷേധിക്കപ്പെടുകയും ചെയ്ത ധാരാളം അനുഭവങ്ങൾ ചിത്രത്തിൽ നിന്ന് കാണാൻ കഴിയും. കലാമേഖല, വിദ്യാഭ്യാസ മേഖല, തൊഴിൽ മേഖല, ഗാർഹിക ഇടങ്ങൾ എന്നിവിടങ്ങളിൽ അവർ താഴ്ന്ന പദവി മാത്രമേ അറിയിക്കുന്നുള്ളൂ എന്ന തെറ്റായ ധാരണ സമൂഹത്തിൽ നിലനിന്നിരുന്നു. പണ്ഡിത രമാബായി 19-ാം നൂറ്റാണ്ടിൽ സ്ത്രീകളുടെ അവകാശത്തിനും ശാക്തീകരണത്തിനും പ്രവർത്തിച്ച ഇന്ത്യയിലെ സാമൂഹ്യ പരിഷ്കർത്താക്കളിൽ പ്രധാനപ്പെട്ട വ്യക്തി. വിധവകളുടെ വിദ്യാഭ്യാസവും ക്ഷേമവും പ്രധാന പ്രവർത്തന മേഖലയായിരുന്നു. ഇന്ത്യയുടെ സ്ത്രീകളുടെ അവസ്ഥയെക്കുറിച്ച് പഠിക്കുകയും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ട പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയും ചെയ്ത വ്യക്തി. പണ്ഡിത രമാബായിനെ കുറിച്ച് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. 19-ാം നൂറ്റാണ്ടിൽ സ്ത്രീകളുടെ അവകാശത്തിനും ശാക്തീകരണത്തിനുമായി പ്രവർത്തിച്ച ഇന്ത്യയിലെ സാമൂഹിക പരിഷ്കർത്താക്കളിൽ പ്രധാനപ്പെട്ട വ്യക്തിയാണ് ആര്? പണ്ഡിത രമാബായി എന്ന് പറയുന്ന വ്യക്തി. നമ്മൾ നോക്കാൻ പോകുന്നത് ഡോക്ടർ പുന്നൻ ലൂക്കോസിനെ കുറിച്ചിട്ടാണ്. ഇന്ത്യൻ സർവകലാശാല സ്ത്രീകൾക്ക് MBBS പ്രവേശനം നൽകാത്തതിനാൽ ലണ്ടൻ യൂണിവേഴ്സിറ്റിയിൽ നിന്നും അവർ ബിരുദം കരസ്ഥമാക്കി. കേരളത്തെ വൈദ്യശാസ്ത്രത്തിൽ ബിരുദം നേടിയ ആദ്യ വനിത എന്ന നിലയിൽ പ്രശസ്തയായി. തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിൽ ആദ്യ വനിതാ പ്രതിനിധിയായിരുന്നു. അപ്പോൾ ഇന്ത്യൻ സർവകലാശാലകൾ സ്ത്രീകൾക്ക് MBBS പ്രവേശനം നൽകാത്തതിനാൽ ലണ്ടൻ യൂണിവേഴ്സിറ്റിയിൽ നിന്നും അവർ ബിരുദം കരസ്ഥമാക്കുകയും കേരളത്തിലെ വൈദ്യശാസ്ത്രത്തിൽ ബിരുദം നേടിയ ആദ്യ വനിത കൂടിയാണ് ആര്? ഡോക്ടർ പുന്നൻ ലൂക്കോസ് എന്ന് പറയുന്നത്. EK ജാനകി അമ്മ കേരളത്തിലെ തലശ്ശേരി ജനിച്ച വിശ്വപ്രശസ്തമായ സസ്യശാസ്ത്രജ്ഞ. കോയമ്പത്തൂരിൽ കരിമ്പ് ഗവേഷണ കേന്ദ്രത്തിൽ അത്യുൽപാദന ശേഷിയുള്ള സങ്കര ഇനം കരിമ്പ് വികസിപ്പിച്ചു. ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആദ്യ ഡയറക്ടർ ജനറൽ 1977 രാജ്യം പത്മശ്രീ പുരസ്കാരം നൽകി ആദരിക്കുകയുണ്ടായി. അപ്പോൾ EK ജാനകി അമ്മാളിൻ്റെ ചിത്രം അവിടെ കൊടുത്തിട്ടുണ്ട്. എന്താ പ്രത്യേകത? കേരളത്തിലെ തലശ്ശേരിയിൽ ജനിച്ച വിശ്വപ്രശസ്തമായ സസ്യശാസ്ത്രജ്ഞയാണല്ലേ. കോയമ്പത്തൂരിലെ കരിമ്പ് ഗവേഷണ കേന്ദ്രത്തിൽ അത്യുൽപാദന ശേഷിയുള്ള സങ്കര ഇനം കരിമ്പ് വികസിപ്പിക്കുകയും ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആദ്യ ഡയറക്ടർ ജനറലുമായിരുന്നു. 1977 രാജ്യം പത്മശ്രീ പുരസ്കാരം നൽകി ആദരിക്കുകയും ചെയ്തു. ഇനി സ്ത്രീകൾക്ക് പുറമെ ട്രാൻസ്ജെൻഡർ വിഭാഗക്കാരും ലിംഗപദവി വിവേചനം അനുഭവിക്കുന്നുണ്ട്. ട്രാൻസ്ജെൻഡർ വ്യക്തി എന്നാൽ ജനന സമയത്ത് ആ വ്യക്തിക്ക് നൽകിയിട്ടുള്ള ലിംഗപദവുമായി പൊരുത്തപ്പെടാത്ത വ്യക്തി എന്നാണ് അർത്ഥമാക്കുന്നത്. ഇതിൽ ട്രാൻസ് പുരുഷനും ട്രാൻസ് സ്ത്രീയും ഉൾപ്പെടും. അപ്പോൾ ട്രാൻസ് പുരുഷനും ട്രാൻസ് സ്ത്രീയും ഇതിനകത്ത് ഉൾപ്പെടുന്നുണ്ട്, ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽ ഉൾപ്പെടുന്നുണ്ട്. ഇനി ന്യൂനപക്ഷമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. മൊത്തം ജനസംഖ്യയിൽ എണ്ണത്തിൽ കുറവുള്ള വിഭാഗങ്ങൾ എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന പദമാണ് ഏത്? ന്യൂനപക്ഷം എന്ന് പറയും. മൊത്തം ജനസംഖ്യയിൽ എണ്ണത്തിൽ കുറവുള്ള വിഭാഗങ്ങൾ എന്ന അർത്ഥത്തെ അതിജീവിച്ച് വിവിധ വിജയം നേടിയ 3 വ്യക്തികളെ ബന്ധിപ്പിച്ച് ഒരു വാർത്ത മുകളിൽ കൊടുത്തിട്ടുണ്ട്. ശാരീരിക സവിശേഷത മൂലം സമൂഹത്തിൽ മറ്റു ജനവിഭാഗങ്ങളെ അപേക്ഷിച്ച് നിത്യജീവിതത്തിൽ വ്യത്യസ്തമായ വെല്ലുവിളികൾ നേരിടുന്നവരുടെയും ഭിന്നശേഷിയുള്ളവർ പലതരം ഭിന്നശേഷി വിഭാഗങ്ങളുണ്ട്. ഓരോ വിഭാഗം ഭിന്നശേഷിക്കാർക്കും സംഭവിക്കുന്ന അരികുവൽക്കരണവും വ്യത്യസ്ത തരത്തിൽ ഉള്ളവയാണ്. ഇനി ഭിന്നശേഷിക്കാരുടെ അവകാശ സംരക്ഷണ നിയമം 2016 കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ഭിന്നശേഷിക്കാർക്ക് വിവേചനരഹിതവും തുല്യവുമായതുമായ സാമൂഹ്യ ജീവിതം ഉറപ്പുവരുന്ന നിലവിൽ വന്ന നിയമമാണ് ഏത്? ഭിന്നശേഷിക്കാരുടെ അവകാശ സംരക്ഷണ നിയമം. നിലവിൽ വന്ന എന്നാണ് 2016 എന്നാണ് 2016. അടുത്തത് പാരാലിമ്പിക്സിനെ കുറിച്ചിട്ടാണ് നമുക്ക് നോക്കാൻ പോകുന്നത്. എന്താണ് ഈ പാരാലിമ്പിക്സ് എന്ന് പറഞ്ഞാൽ? ഭിന്നശേഷിയുള്ള അത്ലറ്റുകൾ മത്സരിക്കുന്ന അന്താരാഷ്ട്ര കായിക മത്സരമായ പാരാലിമ്പിക്സ് 1948 ആരംഭിച്ചത്. അപ്പോൾ 1948 ആരംഭിച്ച പാരാലിമ്പിക്സിൻ്റെ പ്രത്യേകത എന്താണ്? ഭിന്നശേഷി. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നു വിവേചനം തടയാൻ ഭരണഘടന. ഡോക്ടർ BR അംബേദ്കർ ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി. ദളിതരുടെ സാമൂഹ്യ രാഷ്ട്രീയ ഉന്നമനത്തിനു വേണ്ടി ശക്തമായി പ്രവർത്തിച്ചു. ഇന്ത്യയിലെ അരികുവൽക്കരണ വിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ തൻ്റെ രചനകളിലൂടെ അവതരിപ്പിക്കുകയും അവർക്ക് നിയമപരമായ സംരക്ഷണം സാധ്യമാക്കുന്നതിനു വേണ്ടി നിലകൊള്ളുകയും ചെയ്തു. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നാണ് ഡോക്ടർ BR അംബേദ്കർ അറിയുന്നത്. ദളിതരുടെ സാമൂഹ്യ രാഷ്ട്രീയ ഉന്നമനത്തിനു വേണ്ടി ശക്തമായി പ്രവർത്തിക്കുകയും ഇന്ത്യയിലെ അരികുവൽക്കൃത വിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ തൻ്റെ രചനകളിലൂടെ അവതരിപ്പിക്കുകയും അവർക്ക് നിയമപരമായ സംരക്ഷണം സാധ്യമാക്കുന്നതിന് നിലകൊള്ളുകയും ചെയ്ത വ്യക്തിയാണ് ആര്? ഡോക്ടർ BR അംബേദ്കർ എന്ന് പറയുന്നത്. ഇന്ത്യൻ ഭരണഘടന എല്ലാ പൗരന്മാർക്കും തുല്യത ഉറപ്പുവരുത്തുന്നു. അനുച്ഛേദം 14 പ്രകാരം മതം, വംശം, ജാതി, ലിംഗഭേദം, ജനിച്ച സ്ഥലം എന്നിവയുടെ പേരിൽ യാതൊരു വിവേചനവും പാടില്ലെന്ന് ഭരണഘടന അനുശാസിക്കുന്നു. അനുച്ഛേദം 15 പ്രകാരം എന്ത് ചെയ്യുന്നു? ഇന്ത്യൻ ഭരണഘടന എല്ലാ പൗരന്മാർക്കും തുല്യ ഉറപ്പുവരുത്തുന്ന ഏത് അനുച്ഛേദ പ്രകാരമാണ്? അനുച്ഛേദം 14 പ്രകാരമാണ്. മതം, വംശം, ജാതി, ലിംഗഭേദം, ജനിച്ച സ്ഥലം എന്നിവയുടെ പേരിൽ യാതൊരു വിവേചനവും പുരോഗതി തടസ്സം നിൽക്കുന്ന സാമൂഹ്യ വ്യവസ്ഥകൾ, പരിസ്ഥിതി, രാഷ്ട്രീയ, സാമ്പത്തിക ഘടകങ്ങൾ എന്നിവയിലെ ചില ഭാഗങ്ങൾ അരികുവൽക്കരിക്കപ്പെടാൻ കാരണമാകുന്നു. സമൂഹത്തിൻ്റെ വളർച്ചയ്ക്കും തുല്യനീതിയും ജനാധിപത്യ സമൂഹ നിലനിൽപ്പിനും എല്ലാവരെയും പരിഗണിക്കുന്ന സാമൂഹ്യ വ്യവസ്ഥ അത്യാവശ്യമാണ്.
അപ്പോൾ എന്താണ് സമൂഹത്തിൻ്റെ വളർച്ചയ്ക്കും തുല്യനീതിയും ജനാധിപത്യ സമൂഹത്തിലെ നിലനിൽപ്പിനും എല്ലാവരെയും പരിഗണിക്കുന്ന ഒരു സാമൂഹ്യ വ്യവസ്ഥയാണ് എപ്പോഴും അത്യാവശ്യം. അല്ലാതെ മറ്റുള്ളവരെ എന്ത് ചെയ്യുക, മറ്റുള്ളവരെ അവഗണിക്കുകയോ പരിഹസിക്കപ്പെടുകയോ അല്ലെങ്കിൽ ജാതിയുടെ വർഗത്തിൻ്റെയോ ലിംഗത്തിൻ്റെയോ സാമ്പത്തികത്തിൻ്റെ പേരിലൊന്നും ഒരു തരത്തിൽ വിവേചനവുമില്ലാതെ എല്ലാ ജനങ്ങൾക്കും തുല്യമായ ഒരു തുല്യത നൽകുക എന്താണ് എപ്പോഴും സമൂഹത്തിന് അനിവാര്യമായിട്ടുള്ളൊരു ഘടകമെന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ടോപ്പിക്കോടുകൂടി ഈ ഒരു ചാപ്റ്റർ അവസാനിക്കുകയാണ്. അപ്പോൾ നെക്സ്റ്റ് ചാപ്റ്ററുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്.